ഹലോ, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനും ബിച്ചൂട്ടനും കൂടിയാണ് കേട്ടോ ജാംജൂമിൽ പർച്ചേസിന് പോയത്. ഞങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ വീട്ടിൽ നിൽക്കുമ്പോഴാണ് നമ്മുടെ അജിതേച്ചി പോകണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പോവല്ലേന്ന് വെച്ചപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല. ഞങ്ങൾ രണ്ടാളും പോകാനുള്ള ധൃതിയിൽ പേഴ്സ് പോലും എടുക്കാൻ മറന്നിട്ട് ഓടിപ്പോയി. അപ്പോൾ നമുക്ക് അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി പോകണമൊക്കെ അല്ലേ, അപ്പോൾ ആ സമയത്ത് പർച്ചേസ് നടത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ അത്യാവശ്യം വേണ്ട, ഞാൻ അവനെ കൊണ്ടുപോയത് അവനറിയണമല്ലോ, നമ്മൾ എപ്പോഴും എടുക്കുമ്പോൾ അവനെ കൊണ്ട് തന്നെ എടുപ്പിച്ചു. കാരണം എല്ലാം നമ്മൾ കുട്ടികളും അറിയണമല്ലോ, അവരെന്നെ എടുത്ത് പഠിക്കട്ടെ. നമ്മളില്ലെങ്കിൽ അവർക്ക് അവരുടെ കാര്യങ്ങളൊക്കെ നടക്കണ്ടേ. അപ്പോൾ അവൻ തന്നെ എല്ലാം സെലക്ട് ചെയ്ത് അവൻ തന്നെ ഇങ്ങനെ എടുക്കുമായിരുന്നു കേട്ടോ. അതിനിടയ്ക്ക് പെങ്ങൾ ഓർഡർ ചെയ്ത് എന്തൊക്കെയോ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട് ആങ്ങളയോട്, എനിക്കത് വേണം ഇത് വേണം എന്നൊക്കെ, അതൊക്കെ എടുക്കുമായിരുന്നു അവൻ. അപ്പോൾ അതാ ചേച്ചിക്ക് എന്താ വേണ്ടോ സംശയത്തിന് അവൻ ഫോൺ എടുക്കണോ, ചേച്ചിയോട് വിളിക്കണോ, എന്താ വേണ്ടതെന്ന് ചോദിച്ച് ഉറപ്പിച്ചിട്ടൊക്കെയാണ് മൂപ്പരെ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാം ഒന്ന് അവൻ തന്നെ ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. കാരണം നമ്മൾ കുട്ടികളിലെ എല്ലാം നമ്മൾ ഈ ഒരു പ്രായത്തിൽ ഞാനൊക്കെ തിരുവാലി നടന്നു പോയി സാധനം വാങ്ങി തിരിച്ച് വന്നിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്ക് പേടിയാണ്, അതിന് ഒറ്റയ്ക്ക് വിടാറുമില്ല. നമ്മളൊപ്പം ഉണ്ടാകുമ്പോഴെങ്കിലും ബിസ്ക്കറ്റ്, അവന് വേണ്ട ബിസ്ക്കറ്റ് എടുക്കുന്നുണ്ട്. എല്ലാം ചോദിച്ചിട്ടേ എടുക്കുള്ളൂ കേട്ടോ. അമ്മ എടുത്തോട്ടെ, പൈസ കൂടുമോ അങ്ങനെ ചോദിക്കുക ഇടയ്ക്ക്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് ബില്ലാക്കാൻ ചെന്നു. അപ്പോൾ കുറച്ച് പൈസ അധികം ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പേഴ്സ് എടുത്തില്ലെങ്കിലും എൻ്റെ ഗജാഞ്ചി അജിതേച്ചി കൂടെ ഉണ്ടാവുകൊണ്ട് കുഴപ്പമുണ്ടായില്ല. ബില്ലൊക്കെ അടുത്ത് മുകളിൽ പോയിട്ട് 1-2 സാധനങ്ങളും കൂടി എടുക്കാനുണ്ടായിരുന്നു കേട്ടോ. അതിപ്പോൾ എടുക്കണോ വേണ്ടേ നിങ്ങളെ ഒരു സംശയത്തിൻ്റെ മുകളിൽ ഞാൻ നിൽക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി നേരെ പിന്നെ പോന്നു കേട്ടോ. അപ്പോൾ അവർ സാധനങ്ങളൊക്കെ ഡിക്കിയിൽ കാറിൽ വെക്കുന്ന സമയം കൊണ്ട് എനിക്കൊരു 3-4 കൂപ്പൺ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് മിക്കവാറും ഇപ്പോൾ ജാംജൂമിൻ്റെ സമ്മാനം എനിക്ക് തന്നെ കിട്ടുമോ, എല്ലാ മാസം ഒരു 5-6 കൂപ്പൺ അടിച്ച് എഴുതി ഇടുന്നുണ്ട്. വല്ലതും നടക്കുമോ എന്നറിയില്ല. അത് ജാംജൂമ് ഇവളിനുള്ളതിൽ നേർച്ചിട്ടെടുത്ത് ദൂരക്കിടുമോ എന്നറിയില്ല. അപ്പോൾ ഇത് 4 കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ പേരെഴുതി. അതിനിടെ നമ്മൾ ഇവിടുന്ന് ഒരു ചാട്ട് മസാല ഇതെല്ലാ പ്രാവശ്യം ഇങ്ങനെ ഞാൻ ചിച്ചു പോകുമ്പോൾ കഴിക്കാറുണ്ട്. അപ്പോൾ മാളൂനൊരു ചില്ലി മതി പറഞ്ഞു. അവൾ എടുത്തപ്പോൾ ചില്ലി മതി പറഞ്ഞു. പക്ഷെ ഭയങ്കര എരിവായിരുന്നു കേട്ടോ. ബിച്ചൂട്ടിന് ചാട്ട് മതി എന്ന് പറഞ്ഞു. പിന്നെ ഒരു എക്സ്ട്രാ ഒരു ചാട്ടും കൂടി പറഞ്ഞു ഞങ്ങൾക്ക് 3 ആൾക്ക് കൂടിയും കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങളിത് അവിടെ ഒരാൾ കോലുമിഠായും കടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് മാള് കൊടുത്തതാണ്. അപ്പോൾ അതിനുള്ളൊരു ചുയിങ്കത്തിൻ്റെ ഇതൊക്കെ ഉണ്ടായിരുന്നു. അവനത് കടിച്ച് മുറിച്ച് അങ്ങോട്ട് കഴിച്ചു. അപ്പോൾ അതാ പുള്ളി ചാട്ട് മസാല റെഡിയാക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ ആൾ. ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടാന്ന് തോന്നുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഈ ഒരു പർച്ചേസ് വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ അയച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബായ്.